ഹലോ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പെരുന്നാൾ ലീവിൻ്റെ സമയത്ത് അസർബൈജാൻ സന്ദർശിച്ചതിൻ്റെ വീഡിയോയുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. മസ്കറ്റിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതിനാൽ ദുബായ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. മസ്കറ്റ് ടു അസർബൈജാൻ ടോട്ടൽ 4 അവേഴ്സിൻ്റെ അടുത്ത് യാത്രയുണ്ട്. GCC കൺട്രീസിൽ നിന്നും യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും. എന്നാൽ ഒമാനിൽ നിന്നും യാത്ര ചെയ്യുമ്പോൾ വിസ എടുക്കണം. എയർ ടിക്കറ്റിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് വിസയാണ് എടുത്തത്. ഈ ഒരു എക്സ്പ്രസ് വിസ എടുക്കുകയാണെങ്കിൽ 3 to 4 അവേഴ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടും. അതിന് $159 ചാർജ് വരുന്നത്. ഇനി നോർമൽ വിസയുണ്ട്, സ്റ്റാൻഡേർഡ് വിസ. അത് 3 to 5 ഡേയ്സിൻ്റെ അകത്താണ് അത് കിട്ടുന്നത്. $69 മാത്രമാണ് അതിന് ചാർജ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാസ്റ്റ് വിസ കൂടിയുണ്ട്. അത് 10 അവേഴ്സിൻ്റെ അകത്ത് കിട്ടും. $139 അതിന് ചാർജ് വരുന്നത്. 90 ഡേയ്സിൻ്റെ വിസ നമുക്ക് കിട്ടുമെങ്കിലും നമുക്ക് 30 ഡേയ്സിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് സിംഗിൾ എൻട്രി ആയിട്ടാണ് വിസ കിട്ടുന്നത്. ഇനി ഒമാനിൽ നിന്നും നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും. പക്ഷേ അതിന് ഒരു ഒമാൻ സിറ്റിസൺ കൂടെ വേണം, എങ്കിൽ നമുക്ക് ഓൺ അറൈവൽ ആയിട്ട് വിസ കിട്ടും. ഹൈദർ അലിയേവ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബക്കുവിലാണ് നമ്മൾ ഇറങ്ങിയത്. ഏറ്റവും സിമ്പിളായിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ ഒരു രാജ്യമായിരുന്നു അസർബൈജാൻ. നമ്മളോട് ഹോട്ടൽ ബുക്കിങ്ങോ റിട്ടേൺ ടിക്കറ്റോ ഒന്നും തന്നെ അവർ ചോദിച്ചില്ല. എന്നാൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ കയ്യിൽ കരുതണം. ഡെസ്റ്റിനേഷൻസ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പ്രൈവറ്റ് ടൂർ കമ്പനിയെ അപ്രോച്ച് ചെയ്യുകയായിരുന്നു. അതിനനുസരിച്ച് അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ടൂർ പാക്കേജ് ചെയ്തു തന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളത് എന്തായാലും തരുന്നതായിരിക്കും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ ടൂർ കമ്പനിയുടെ ആൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ പുറത്തു നിന്ന് കണ്ടപ്പോഴാണ് എയർപോർട്ടിൻ്റെ ഭംഗിയും വലുപ്പവും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പ്രത്യേകതരം ഷേപ്പിലാണ് ആ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഏകദേശം 18 കിലോമീറ്ററാണ് ദൂരമുള്ളത്. എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് ടാക്സിയും ബസ് സർവീസും ഒക്കെ തന്നെ ഉണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. നല്ല വെയിൽ തന്നെയായിരുന്നു. പക്ഷെ ഒട്ടും തന്നെ നമുക്ക് ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബക്ക് സിറ്റിയിൽ നിന്നും നമ്മൾ നേരെ ഗബാലയിലേക്കാണ് പോകുന്നത്. ഏകദേശം 4 അവേഴ്സിൻ്റെ അടുത്ത് തന്നെ യാത്ര ചെയ്യാനുണ്ട്. സിറ്റിയിൽ നിന്നും മാറി തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ് ഗബാല. കുദ്കാഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന നഗരമാണ് സ്വാതന്ത്ര്യാനന്തരം ഗബാല എന്ന പേരിലേക്ക് മാറിയത്. സ്കേറ്റിങ്ങിനും അതുപോലെ മഞ്ഞിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനൊക്കെ തന്നെ ഫേമസ് ആണ് ഗബാല. അസർബൈജാനിൽ മഞ്ഞ് ആസ്വദിക്കാൻ വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഗബാല. ബക്ക് വിട്ട് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തന്നെ വളരെ കുറവാണ്. ഗ്രോസറി ഷോപ്പുകളൊന്നും തന്നെ നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തട്ടുകടകൾ പലതും ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിൽ പലതും ഓപ്പണും അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഗബാലയിലെത്തി. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. സൂഖ് ബുലാക്ക് എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. അതിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സും എല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു വെറൈറ്റി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോസ് നമ്മൾ എടുക്കാൻ വിട്ടുപോയി. അസർബൈജാനി പുലാവ് ആൻഡ് ഗ്രിൽഡ് ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് സൈറ്റ് സീയിങ്ങിനാണ്. ന്യൂഹൂർ ലേക്ക് ആൻഡ് 7 ബ്യൂട്ടീസ് വാട്ടർഫോൾസ് കാണാനാണ് അടുത്തത് നമ്മൾ പോകുന്നത്. ഗബാലയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ലേക്കാണ് ന്യൂഹൂർ ലേക്ക്. ഒരു നോർമൽ ലേക്ക് എന്നതിലുപരിയായിട്ട് പ്രത്യേകിച്ച് അതൊന്നും നമുക്ക് തോന്നിയില്ല.
കുറച്ച് ഫോട്ടോ സ്പോട്ടുകൾ, ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ സുവനീർ ഷോപ്പുകൾ, ഫാസ്റ്റ് ഫുഡ് ഷോപ്പ്, അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകൾ, പിന്നെ കുതിരസവാരി, പെഡൽ ബോട്ട്, കയാക്കിങ് എന്നിവയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. വലിയൊരു പാർക്ക്, അതുപോലെ കുട്ടികൾ കളിക്കാൻ പറ്റിയിട്ടുള്ള, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ പാർക്ക്. അത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗം കണ്ടപ്പോൾ തോന്നിയത്. ന്യൂഹൂർ ലേക്ക് കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് 7 ബ്യൂട്ടീസ് വാട്ടർഫോളിലേക്കാണ്. മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോളാണിത്. ഒരു ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഒരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീസ് ഒന്നും തന്നെ ഇല്ല. തട്ടുതട്ടുകളായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വാട്ടർഫാൾ കൂടിയാണ്. നല്ല മനോഹരമായിട്ടുള്ള വാട്ടർഫാളാണിത്. എന്നാൽ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് അവിടെ എത്തുമ്പോൾ തോന്നുന്നത്. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല സൗണ്ട് കേൾക്കാം. അതുപോലെ ഇലകളൊക്കെ പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ ഭയങ്കര ഒരു ഹൈറ്റ് നമുക്ക് തോന്നും. ഇടുങ്ങിയ വഴികൾ, അതുമല്ല സമയം വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ചേർന്ന ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. ഒരുപാട് സ്റ്റെപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി പോകാൻ. നല്ല തണുപ്പുണ്ട്, അതുപോലെ ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പുകളുമാണ്. അപ്പം നമ്മൾ കയറി പോകുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നും. സെക്കൻഡ് ലെവല് വരെയാണ് ഞങ്ങൾ പോയത്. മുകളിലോട്ടേക്ക് കുട്ടികളെയും കൊണ്ട് കയറി പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനും ആദ്യം ആ ഒരു സെക്കൻഡ് ലെവലിൽ തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. ശരത്തേടെ മാത്രമാണ് അതിൻ്റെ ഏറ്റവും മുകളിലോട്ടേക്ക് കയറിപ്പോയത്. ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് ഈ ഒരു വാട്ടർഫാളിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട സമയത്താണ് ഇത് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് തോന്നിയത്. അപ്പം മുകളിലോട്ട് കയറാൻ പറ്റാത്തതിൽ ഒരു വിഷമൊക്കെ തോന്നി. കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് ഇറങ്ങുമായിരുന്നു. താഴെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും വൈകുന്നേരം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതൊന്നും തന്നെ ഓപ്പൺ ആയിരുന്നില്ല. സമയം ഇരുട്ടി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. ഗബാല ഗാർഡൻ ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്. ഒരുവിധം എല്ലാ ടൂറിസ്റ്റുകളും പ്രിഫർ ചെയ്യുന്ന ഒരു ഹോട്ടൽ കൂടിയാണിത്. നമ്മൾ വരുന്ന വഴിയിൽ വേറെ നല്ലൊരു ഹോട്ടലുകളൊന്നും തന്നെ കണ്ടില്ല. ഹോസ്റ്റൽസ് ഒക്കെ അവിടെ ഒരുപാടുണ്ട്. കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് വരികയാണ് നല്ലത്. ഹോട്ടൽ റൂമൊക്കെ നല്ല സൂപ്പറായിരുന്നു. നല്ല സൈസൊക്കെ ഉള്ള നല്ല റൂമാണ്. റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ സൂപ്പറാണ്. ഹോട്ടലിലെ കാഴ്ചകളൊക്കെ മോർണിംഗ് കാണിക്കാം. നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത്. ഹീറ്റഡ് സ്വിമ്മിംഗ് പൂളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു. സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. നല്ല വലിയ സ്വിമ്മിംഗ് പൂൾ തന്നെയായിരുന്നു. ഹോട്ടലിൽ കൂടുതൽ സമയമൊന്നും ചുറ്റിക്കറങ്ങാൻ നിന്നില്ല. നല്ല ടയേർഡായിരുന്നു. ഗബാലയിലെ ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. താങ്ക് യു.